നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഭാര്യ, അതുപോലെ തന്നെ കാമുകിയുമായി ജീവിക്കാൻ ഭാര്യയെയും അതിസമർത്ഥമായി കൊലപ്പെടുത്തുന്ന ഭർത്താവ്. ഇന്ന് ഈ ഒരു ടൈപ്പ് കൊലപാതകങ്ങൾ അത്ര പുതുമയുള്ളതല്ല. കേരളത്തിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൊലപാതക പരമ്പര ധാരാളമായി തന്നെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടറിയുന്നുണ്ട്, കേട്ടറിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടും ഭർത്താവിനെ അതിക്രൂരമായി ഭാര്യ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ അതിസമർത്ഥരായിട്ടുള്ള പോലീസുകാരുടെ, അനുഭവ സമ്പത്തുള്ള പോലീസുകാരുടെ കയ്യിൽ ഈ കേസ് കിട്ടുമ്പോൾ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു നിമിഷം മതി അവർക്ക് ഈ കേസ് തെളിയിക്കാൻ. അവിടെ കൃത്യമായിട്ടുള്ള തെളിവുകളോ മറ്റൊന്നും വേണമെന്നില്ല. ആ പ്രതിയുടെ അല്ലെങ്കിൽ സംശയമുള്ള പ്രതികളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ പോലീസിനെ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയും അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഭോപ്പാലിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് ആദ്യം വിലയിരുത്തിയ കേസിൽ ഒടുവിൽ ഭാര്യയുടെ ആസൂത്രണം സ്ഥിരീകരിച്ച് പോലീസ്. കഴിഞ്ഞ 7-നാണ് 28 വയസ്സുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരി പുരോഹിത് ദേവകൃഷ്ണയെ മധ്യപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വളരെ മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ചു കയറി 3.5 ലക്ഷം രൂപയുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയും ഭർത്താവ് പ്രതിരോധിച്ചപ്പോൾ കൊല്ലുകയുമായിരുന്നെന്നാണ് ഭാര്യ പ്രിയങ്ക പോലീസിനോട് പറഞ്ഞത്. ഈ ഭാര്യയ്ക്ക് പ്രായം 25 വയസ്സാണ്. മോഷണ ശ്രമവും കൊലപാതകവും കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രിയങ്ക വിശദീകരിച്ചത്. പ്രിയങ്ക അതിൻ്റെ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പ്രിയങ്ക അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കരഞ്ഞുകൊണ്ടാണ്. ആ സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: അവർ ആദ്യം എൻ്റെ വായ പൊത്തി, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തരൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. അവർ എന്നെ വലിച്ചിഴച്ചു. അലമാരകൾ തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം തരാം, ഞങ്ങളെ വെറുതെ വിടൂ. എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് അവർക്ക് കൊടുത്തു. എൻ്റെ കൈകളും കാലുകളും കെട്ടിയിട്ടു. എൻ്റെ വസ്ത്രങ്ങൾ അവർ കീറി. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവരിൽ 2 പേരെ കണ്ടു, പക്ഷേ കൂടുതൽ പേരുണ്ടായിരുന്നു. ഇതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുന്ന വാക്കുകൾ. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പ്രിയങ്ക പറയുന്നത് വളരെ വേഗത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ചില നീക്കങ്ങൾ നടത്തി. പക്ഷേ പോലീസ് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം നടത്തിയപ്പോൾ ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആഭരണങ്ങൾ പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തതോടെയാണ് പ്രിയങ്കയിലേക്ക് പോലീസിൻ്റെ സംശയമുന നീണ്ടത്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക പറയുന്ന മൊഴി അത് ഈ കേസിലേറെ നിർണായകമായിരുന്നു. അങ്ങനെയാണ് ഈ 3.5 ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു, തൻ്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ ആഭരണങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചതും സംശയമായി. ദേവകൃഷ്ണയുമായി പ്രിയങ്ക നിരന്തരം വഴക്കിട്ടിരുന്നതായും അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞ് അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെക്കാൾ മികച്ച ആളെ ഭർത്താവായി ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പറയുമായിരുന്നുവെന്നാണ് സഹോദരി ജ്യോതി പോലീസിന് മൊഴി നൽകിയത്. അതായത് ഈ ഭർത്താവുമായി പ്രിയങ്കയ്ക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. വർഷങ്ങളായി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സഹോദരി മൊഴി നൽകിയിരിക്കുന്നത്. നിനക്ക് കറുത്ത നിറമാണ്, നീ എന്നെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പ്രിയങ്ക ഭർത്താവിനെ എപ്പോഴും അപമാനിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രിയങ്ക കൊലപാതകത്തിന് പിന്നിലെ ആസൂത്രണം തുറന്ന് സമ്മതിച്ചത്. കാമുകനായ കമലേഷ് പുരോഹിതുമായി ചേർന്ന ഭർത്താവ് ദേവകൃഷ്ണയെ കൊലപ്പെടുത്താൻ വാടക കൊലയാളിയെ ഏർപ്പെടുത്തുകയായിരുന്നു. 1 ലക്ഷം രൂപയാണ് സുരേന്ദ്ര ഭാട്ടിയയ്ക്ക് വാഗ്ദാനം ചെയ്തത്. 50,000 രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു. മുൻകൂർ ധാരണ പ്രകാരം സംഭവ ദിവസം വീടിൻ്റെ മുൻവാതിൽ തുറന്നിട്ടിരുന്നു. വീട്ടിൽ പ്രവേശിച്ച സുരേന്ദ്ര ഭാട്ടി മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദേവകൃഷ്ണയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്ന് തോന്നിപ്പിക്കാൻ മുറികളിലെ വസ്തുക്കൾ അലങ്കോലമാക്കിയിട്ടു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് നീതി അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും ദേവകൃഷ്ണയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. 2020 മുതൽ പ്രിയങ്കയ്ക്ക് മറ്റൊരു ബന്ധമുള്ളതായി കുടുംബത്തിന് സംശയമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം സംഭവം കവർച്ചയാണെന്നും വരുത്തി തീർക്കാൻ വീട് മുഴുവൻ വാരി വലിച്ചിട്ടു. പ്രിയങ്ക സ്വയം കെട്ടിയിട്ട് തന്നെയും ആക്രമിച്ചെന്ന് പറഞ്ഞ് ഇരയായി അഭിനയിച്ചു. നിലവിൽ പ്രിയങ്കയെയും കമലേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊലപാതകം നടത്തിയ സുരേന്ദ്ര ഭാട്ടി എന്ന് പറയുന്ന വാടക കൊലയാളി ഒളിവിലാണ്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് ദേവകൃഷ്ണയുടെ അമ്മ ആവശ്യപ്പെടുന്നത്. വർഷങ്ങളായി തുടർന്ന വഞ്ചനയുടെയും നിയമവിരുദ്ധ ബന്ധത്തിൻ്റെയും
ഒടുവിലാണ് ഈ കൊലപാതകം നടന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. അതായത് നിറത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ കളിയാക്കാൻ തുടങ്ങിയിട്ടും തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പീഡനം അത് നടന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നാണ് മാതാപിതാക്കളടക്കം ഇപ്പോൾ പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയും മറ്റും തെളിഞ്ഞു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ശിക്ഷ പ്രതികൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വധശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്.